ഒന്ന് വേഗം വരൂ പത്മിനി. എവിടെ പോകാനാ മോനെ? നഴ്സിംഗ് ഹോമിൽ. പത്മിനി ഇന്നലെ വന്നതല്ലേ? എപ്പോഴും ആരെങ്കിലും കൂടെ ഉള്ളത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ അവൾക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. 100 കൂട്ടം ജോലിയുണ്ട്. എന്ന് അമ്മ വാ. അവിടെ ആരും വേണമെന്നില്ല. മിണ്ടാനും പറയാനും അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആരും വരണ്ട. ജോലിയും കളഞ്ഞ് ഞാനിരിക്കാം. അമ്മ വരാൻ മോനെ. എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മോള് പോയി മേൽമുണ്ടെടുത്തോണ്ട് വാ. അമ്മ വരാം. ആ ബെഡ് നമ്പർ 13 പേഷ്യന്റിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ആ പേഷ്യന്റിന് ചുറ്റും പ്രത്യേകിച്ച് വിഷമമുണ്ടാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ നോക്കണം. വേണമെങ്കിൽ ബെഡ് നമ്പർ 12 വേറെ കൂട്ടിന് ഷിഫ്റ്റ് ചെയ്തേക്കൂ. അമ്മയോ? എന്താ ഇന്ന് പത്മിനി വന്നില്ലേ? ഇല്ല, അവൾക്ക് അവിടെ വീട്ടുകാര്യങ്ങൾ ഒരുപാടില്ലേ. വീട്ടുകാര്യങ്ങൾ നോക്കാൻ മകളെക്കാൾ നല്ല അമ്മയല്ലേ? അമ്മ ഇരിക്കും. ജെയിംസിന് എങ്ങനെയുണ്ട് ഡോക്ടർ? വന്നതുപോലെ തന്നെ ഇരിക്കുന്നു. രോഗമുണ്ടെങ്കിലല്ലേ ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? നമുക്ക് ഇയാളുടെ ഭാരമേക്കേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ ജോണിയോടൊന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവർ വലിയ കൂട്ടുകാരല്ലേ? കൂട്ടും സ്നേഹവും ഒക്കെ ശരി തന്നെ. പക്ഷേ ഇതിനൊക്കെ ഒരു അതിർത്തിയില്ലേ? അപ്പോൾ ജെയിംസ് അവിടെ താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ല. ജെയിംസ് ഒരു നല്ല ചെറുപ്പക്കാരനാണല്ലോ. അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പ്രായമായ പെൺകുട്ടികളുള്ള വീടല്ലേ, ആളുകൾ എന്ത് വിചാരിക്കും? അതല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. ഇല്ല. ആരോ കാണാൻ വന്നിരിക്കുന്നു. ആരായാലും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ഞാൻ വിളിക്കാം. ഇതിൽ നിന്ന് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഇന്നലെ മുതൽ ഞാനും അത് ആലോചിക്കുകയാണ്. പത്മിനി ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും എന്നോട് നേര് പറയുന്നില്ല. അമ്മയും എന്തൊക്കെ ഒളിക്കുന്നുണ്ടെന്നാണ് എന്റെ സംശയം. ഡോക്ടർ, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഒരു ബന്ധുവിനെ പോലെ ആ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ കാര്യത്തിൽ അമ്മയ്ക്കുള്ള അത്ര ഉത്കണ്ഠയും വിഷമവും എനിക്കുമുണ്ട്. ഡോക്ടർക്ക് വല്ലതും അറിയാമോ? ഒരു പക്ഷേ അമ്മയ്ക്കറിയാവുന്നത്രയെങ്കിലും എനിക്കും അറിയാം. എന്റെ മകൻ. അമ്മ വിഷമിക്കാതിരിക്കും. എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാവും. ഞാനെല്ലാം പറയാം, എനിക്കറിയാവുന്നത് മുഴുവൻ. പക്ഷേ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. പറയൂ. ചേച്ചി, അമ്മയ്ക്ക് വിളിക്കുന്നു. അമ്മ നഴ്സിംഗ് ഹോമിൽ നിന്ന് വന്നോ? വന്നിട്ട് എത്ര നേരമായി? കഥകടയ്ക്ക്. ആ സാക്ഷരയുടെ ഇതെത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? സ്വന്തം മകനെ കൊലച്ചു കൊടുക്കാൻ ഒരമ്മയ്ക്ക് കഴിയില്ല. ഒന്നുകിൽ കുറ്റം ചെയ്തവർ സ്വയം പുറത്തു പോകണം, അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കണം. അമ്മേ, ജെയിംസിന്റെ മുറിയിൽ നിന്ന് ആ ഫോട്ടോ ആരെടുത്തു? ഞാനെടുത്തില്ല. ജോണി എടുത്തോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. പിന്നെ അതെവിടെ പോയി? നിനക്കറിയാമോ ആ ഫോട്ടോ ആരുടേതാണെന്ന്? അവളല്ലേ ആ പെൺകുട്ടി?
ഞാൻ എന്ത് ചെയ്യണം? എന്ത് ശിക്ഷ വേണമെങ്കിലും അമ്മ എനിക്ക് തരും. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിവില്ല. നീ നിരപരാധിയോ? ജയിച്ച പുരുഷനെ ചതിച്ച് വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതിൽ ഒരു തെറ്റുമില്ലേ? ജെയിംസിനെ ഞാൻ സ്നേഹിച്ചത് ശരിയാണ്. പക്ഷേ ആ നിനക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിഞ്ഞു? അമ്മേ, എനിക്കെന്റെ മകനാണ് വലുത്. ഈ കുടുംബം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ആ ഫോട്ടോ നിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ആ സാധനം. അമ്മയും ഒരു സ്ത്രീയാണ്. നിന്റെ വേദന അമ്മയ്ക്ക് മനസ്സിലാകും. എന്റെ മോൻ നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയതിനു ശേഷമുള്ള പത്മിനിയെ എനിക്കറിയാം. അവൾ എന്റെ മോളാണ്. ഇതിൽ കൂടുതൽ തീ തിന്നാൻ എന്റെ മോളെ ഞാൻ അനുവദിക്കില്ല. ഒരു വെളിച്ചെണ്ണ കൂടെ വാടി. ജെയിംസിനെ കണ്ടോ? ഇല്ല. നിങ്ങളോട് ചോദിച്ചിട്ടാണോ പോയത്? അല്ല. ഹലോ ഡോക്ടർ, ദിസ് ഇസ് വെരി സ്ട്രേഞ്ച്. അമ്മ എവിടെ? പത്മിനി, അമ്മയെ വിളിക്കൂ. പ്ലീസ് ബി സീറ്റഡ്. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അങ്ങോട്ട് പുറപ്പെടാനിരിക്കുകയായിരുന്നു. മിസ്റ്റർ ജെയിംസ് ഇങ്ങോട്ട് വന്നോ? അവൻ അവിടെ നിന്ന് പോന്നോ? പോകുന്നതിൽ എനിക്ക് വിഷമില്ല. പക്ഷേ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. അമ്മ കേട്ടോ? ജെയിംസ് അവിടെ നിന്ന് പോന്നെന്ന്. എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും. അവന്റെ സാധനങ്ങളൊക്കെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ഇനിയും അയാളുടെ പിന്നാലെ നമ്മൾ നടക്കുന്നത് ശരിയല്ല. അയാൾക്ക് വലിയ വീടും വീട്ടുകാരും ഒക്കെ. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാവുന്നില്ല. വീട്ടുകാരുമായി അവൻ പിണക്കമാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? എന്ത് പിണക്കം? സ്വന്തം വീടുമായി ജീവിതകാലം മുഴുവൻ പിണങ്ങി നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അവൻ വല്ലാത്ത വാശിക്കാരനാണ്. രക്തബന്ധത്തിന് എന്തിനാ മോനെ വാശി? അമ്മയും ഞാനും പറയുന്നതല്ലേ. ജോണി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഡോക്ടർ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാം. ജോണി ജെയിംസിന്റെ വീട്ടിൽ വിവരം അറിയിക്കണം. അവിടെ നിന്ന് ആരെങ്കിലും വരട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പോവാൻ ഡോക്ടർ.